ഹായ് സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് ഇവിടെ ഒരു പോസ്റ്റ് വെക്കാം. അപ്പം ആ പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ UDFിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോവാം. രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണെങ്കിലും പുള്ളി പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ടല്ലോ, എൻ്റെ മോനെ. നിങ്ങൾ നോക്കിക്കോ, 15 സീറ്റ് രാഹുലിൻ്റെ ഈ കഴിഞ്ഞ് 3 ദിവസം കൊണ്ടുള്ള വീഡിയോസിലൂടെ 15 സീറ്റ് UDFിന് കയറും. അതിനകത്ത് ഒരു സംശയമില്ല. പ്രസ്ഥാനത്തിന് പുറത്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത മുതൽ തന്നെയാണ് കേട്ടോ. അപ്പം രാഹുലിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും എല്ലാവരും ഉറപ്പായിട്ടൊന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം രാഹുൽ ഇട്ട പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടല്ലോ, വീഡിയോസൊക്കെ കണ്ടല്ലോ. വാ അടപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പം അതുമാത്രമല്ല, പാലക്കാടിലെ ഒരു ഇലക്ഷൻ സർവേ കൂടെ ഞാൻ ഇതിലൂടെ വയ്ക്കുന്നുണ്ട്. കാരണം അതുവരെ ഈ രാഹുലിൻ്റെ ഈ ഒരു വീഡിയോസും പോസ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് വരെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാലക്കാട് പെട്ടെന്നാണ് ജനങ്ങൾ കറക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ മൂലക്കിരുത്തിയത്. പിഷാരടിക്ക് അവിടെ പിന്തുണ കൂടി. രാഹുൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക്, രാഹുൽ ഇറങ്ങിയെന്ന് വെച്ചാൽ പാലക്കാട് പോയിട്ട് പിഷാരടിക്ക് വോട്ട് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ഭരണപക്ഷത്തിൻ്റെ കള്ളക്കളികൾ, പിണറായി വിജയൻ സർക്കാർ മുക്കിയ ഫണ്ടിൻ്റെ എല്ലാം കൂടെ തെളിവ് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കാണിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ, പറയുന്നതിന് മുമ്പേ മാറി മറിഞ്ഞങ്ങോട്ട് പോയി. പാലക്കാട് പിഷാരടിക്ക് ഇപ്പം നല്ല പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിഷാരടിക്കാണ് ഇപ്പം പിന്തുണ കൂടുതൽ. പിഷാരടിയെ ജയിക്കുമെന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. രാഹുലിൻ്റെ 3 പോസ്റ്റ് കൊണ്ട് നാലോചിച്ച് നോക്കിയേ. അതുമാത്രമല്ല, ഇപ്പം ശോഭാ സുരേന്ദ്രന് കടത്തി വെട്ടി അവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി കയറി വരുന്നു. നോക്കി, ശോഭാ സുരേന്ദ്രൻ താഴെ പോയി. BJP താഴെ പോയി. ഇതിന് മുമ്പ് വരെ, കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ BJP അവിടെ ജയിക്കൂ, രണ്ടാമത് പിഷാരടി വരും, മൂന്നാമത് LDF വരും എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം സഖാക്കളുടെ കണക്കുകളെല്ലാം പൊളിച്ചടുക്കി, മൂട്ടിൽ തീ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും. വയനാട്ടിലെ കണക്ക് ചോദിച്ചിട്ട് ഉത്തരമില്ല. അതിൻ്റെ കൂടെ DYFI പിരിച്ച കണക്കും വ്യക്തമാക്കാമോ എന്ന് രാഹുൽ CPMകാരെ വെല്ലുവിളിക്കുന്നുണ്ട്. കോൺഗ്രസ് പിരിച്ചതൊക്കെ KPCC പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞതിൻ്റെ കൂടെ രാഹുലും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ഏതെങ്കിലും സഖാവിനോ രാഹുൽ ചോദിച്ച വയനാട്ടിലെ കണക്കോ DYFI പിരിച്ച കണക്കോ പബ്ലിക്കായി വന്ന് വ്യക്തമാക്കാൻ ധൈര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ VD സതീശ, നിങ്ങൾ ഒരാൾ കാരണമാണ് ഇപ്പം ഈ വ്യക്തി പുറത്തിരിക്കേണ്ട വന്നതിന്. നിങ്ങൾ അന്നൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകളൊക്കെ രാഹുലിനെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട്, വലുതായിട്ടൊന്നും വേണ്ട, ചെറിയൊരു സപ്പോർട്ട് കൊടുത്തായിരുന്നില്ലെന്നല്ലോ. ഇന്ന് അകത്തിരുന്നേനെ. ഇന്ന് 100 സീറ്റും UDF വാരിയനെ. മനസ്സിലായോ? മത്സരിക്കുന്ന രാഹുലിനെ സഖാക്കൾ ഒരു മണ്ഡലത്തിൽ പേടിച്ചാൽ മതി. മത്സരിക്കാത്ത രാഹുലിനെ 140 മണ്ഡലങ്ങളിലും സഖാക്കൾ പേടിക്കണം. ശരിയല്ലേ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കാം. അപ്പം ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്ന ഐദൻ എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്നാണ്. മത്സരിക്കുന്ന രാഹുലിനെ സഖാക്കൾ ഒരു മണ്ഡലത്തിൽ പേടിച്ചാൽ മതി. എന്നാൽ മത്സരിക്കാത്ത രാഹുലിനെ 140 മണ്ഡലങ്ങളിലും സഖാക്കൾ പേടിക്കണം. തളർത്താനായിട്ടില്ല പിന്നെ അല്ലേ തകർക്കാൻ. എന്താ അല്ലേ? ഒരു പോസ്റ്റ് കൂടെ ഞാൻ ഇവിടെ വായിക്കാം. അതും ആ വ്യക്തി തന്നെ ഇട്ടേക്കുന്ന പോസ്റ്റാണ്. രാഹുലിൻ്റെ ചോദ്യങ്ങളെല്ലാം കണ്ട് LDFന് ഉത്തരം മുട്ടിയെന്ന് തോന്നുന്നല്ല, ഉത്തരം മുട്ടി. സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം മുട്ടിയോണ്ടാണല്ലോ രാഹുലിൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നങ്ങോട്ട് 24 മണിക്കൂർ ആയില്ല. അതിനു മുമ്പേ അടുത്ത 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് ഹാജരാക്കണം. കിടക്കുന്നു കോടതി എന്നുള്ള ഉത്തരവ്. അടുത്ത പരാതി പോയി. അടുത്ത 17-ാം തീയതി രാഹുലിനെ ഹാജരാവാൻ വേണ്ടിയിട്ട് കോടതി എന്നുള്ള ഉത്തരവ്. അപ്പം എന്ന് വെച്ചാൽ പരാതിക്കാരി അതിജീവിതകൾ വീണ്ടും രംഗത്ത് വന്നു. വീണ്ടും രാഹുലിനെതിരെ പരാതി. അപ്പോൾ കൊള്ളേനടുത്ത് കൊള്ളോണ്ടാണല്ലോ വീണ്ടും പരാതി അതിജീവിതകൾ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. രാഹുലിൻ്റെ ചോദ്യങ്ങളെല്ലാം കണ്ട് LDFന് ഉത്തരം മുട്ടിയെന്ന് തോന്നുന്നു. സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ദിവസങ്ങളായിട്ടും ഇതിനൊന്നും മറുപടിയില്ലാത്തത് രാഹുൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്നതാണ്. രാഷ്ട്രീയം പറഞ്ഞു തന്നെ വേണം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ. UDFന് വേണ്ടി UDFിൻ്റെ പുറത്തുനിന്ന് രാഹുൽ അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. നട്ടൽ ഉയർത്തി പൊതുജനങ്ങളുടെ മുന്നിൽ സത്യങ്ങൾ ഓരോന്നായി വിളിച്ചു പറയുന്ന
ധീരനായ പോരാളി, സഖാക്കളുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ ചങ്കുറപ്പുള്ളവൻ, ദി ഡിജിറ്റൽ ക്രൗഡ് ചുള്ളൻ, പുള്ളർ അല്ലേ? വളരെ ശരിയല്ലേ? അന്ന് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഒരു സപ്പോർട്ട്, ചെറിയൊരു സപ്പോർട്ട് കൊടുത്തായിരുന്നെങ്കിൽ രാഹുലിനെ തകർക്കാനെ കൊണ്ട് കൂട്ടം കൂടി വന്ന ആളുകൾക്കിടയിലോട്ട് പുള്ളിയെ ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട്, ഈ പറഞ്ഞിട്ട് വി സതീശൻ, രമേശ് ചെന്നിത്തല ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചേനെ, പാലക്കാട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മത്സരിച്ചേനെ, നിയമസഭയിലേക്ക് മത്സരിച്ചേനും കയറി വരേണ്ട ഒരാളായിരുന്നു അല്ലേ? ഇവരൊക്കെ തന്നെയാണ് പുള്ളിയെ തകർത്തത്. എന്നിട്ടും പുള്ളി പുറത്തിരുന്നിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കാണുമ്പോഴത്തേക്കാണ് അല്ലേ? കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഞാനിവിടെ പാലക്കാട്ടിൻ്റെ ആദ്യം പറഞ്ഞ പോലെ പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് രാഹുൽ ഈ വീഡിയോസും ഈ പോസ്റ്റുകൾ ഇട്ടതിന് ശേഷം പാലക്കാടിൻ്റെ പിഷാരടിക്കുള്ള പിന്തുണ കൂടി അങ്ങോട്ട്. അതുവരെ ശോഭാ സുരേന്ദ്രനാണ് മേലെ കയറി വന്നത്. പിഷാരടി ഉറപ്പായിട്ട് അവിടെ പരാജയപ്പെട്ടേനെ, ശോഭാ സുരേന്ദ്രൻ കയറി വന്നേനെ, BJPക്ക് അവിടെ സീറ്റ് കിട്ടിയേനെ. പക്ഷേ രാഹുലിൻ്റെ ഈ ഒരു പ്രവർത്തനം കാരണം പിഷാരടിക്ക് പിന്തുണ കൂടി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പിന്തുണ കൂടി എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡൊന്നും പൊട്ടിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അതിന് ആര് വന്നാലും ഈ പാലക്കാടിന് ഏതവൻ വന്നാലും രാഹുൽ ഉണ്ടാക്കി വെച്ചൊരു റെക്കോർഡുണ്ടല്ലോ, അത് ഇനി ആരും തകർക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. കാരണം ഷാഫി പറമ്പിൽ 3 വട്ടം നിന്ന് ജയിച്ച് ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷത്തിനെക്കാളും റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ അവിടെ നിന്ന് ജയിച്ചത്. അപ്പോൾ എന്തായാലും പിഷാരടി ജയിക്കും, അത് വേറെ കാര്യം. രാഹുലിൻ്റെ ഈ പിന്തുണ കൊണ്ടിട്ട് ഉറപ്പായിട്ടും പിഷാരടി ജയിക്കും. പക്ഷേ അതായത് പുള്ളി അവിടെ പാലക്കാട് ഇറങ്ങി പ്രവർത്തിക്കാതെ തന്നെ പ്രവർത്തിക്കുവാണ്. പ്രസ്ഥാനത്തിന് പുറത്തിരുന്നുകൊണ്ട് പുള്ളിയുടെ പ്രവർത്തനം ഒരു രക്ഷയില്ലാത്ത പ്രവർത്തനമായിപ്പോയി. അപ്പം ഇനി ഞാൻ ആ ഒരു പാലക്കാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായ ഇലക്ഷൻ സർവേയും കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം. നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ പിന്തുണ പിഷാരടിക്കാണ് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞൊരു 3 ദിവസം മുമ്പ് വരെ എല്ലാവരും ആരെടുത്ത് ചോദിച്ചാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം പിഷാരടിയിൽ നിന്ന്, ഞാൻ അതിനകത്ത് 1-2 വ്യക്തികളെ ഞാൻ ഇതിന് മുമ്പും ഉള്ള ഇലക്ഷൻ സർവേയിൽ ഞാൻ കണ്ടതാണ്. അതിനകത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം അത് മാറ്റി പിഷാരടിയെ ജയിക്കുമെന്ന് പറയുന്നതാണ് കാണുന്നത്. അപ്പം ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, മാറ്റി ചിന്തിച്ചു എന്നർത്ഥം. രാഹുൽ മാങ്കൂട്ടം പ്രവർത്തനം തുടങ്ങിയപ്പോഴത്തേക്ക് രാഹുലിൻ്റെ 3 വീഡിയോ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും കണക്കുകളെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രനൊക്കെ പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ അവസ്ഥ ദുരന്തമായി പോകും, പാലക്കാടിൻ്റെ ജനങ്ങൾക്ക് ദുരന്തമായി പോകും കേട്ടോ. അതുകൊണ്ട് അറിഞ്ഞും കണ്ടൊക്കെ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ആ ഒരു ഇലക്ഷൻ സർവേയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ചേട്ടാ, ഇവിടെ നിന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? കോൺഗ്രസിന് വരാനുള്ള ചാൻസ് ഇല്ല. പിഷാരടി വരും. കോൺഗ്രസ് പിഷാരടി. LDF ആണ്. ശോഭ ചേച്ചി. LDF. ഒന്നുമില്ല, രസാക്കല്ലേ കോൺഗ്രസ്. ശോഭ ജയിക്കട്ടെ. ശോഭ ചേച്ചി ജയിക്കും. ശോഭ സുന്ദരി. ശോഭ ചേച്ചി. പിഷാരടി വരും. ശോഭ ജയിക്കും. നമുക്ക് പിഷാരടിയാണ്. NMR. പിഷാരടി വരുള്ളൂ. രമേശ് പിഷാരടി. ചേട്ടാ, രമേശ് പിഷാരടി. പിഷാരടി ആയിരിക്കും. പിഷാരടി വരുന്നതാണ് ആഗ്രഹം. പിഷാരടിയാണ്. പിഷാരടി എന്ന് എല്ലാവരും പറയുന്നത്. പിഷാരടിക്കാനാണ് സാധ്യത. പിഷാരടി ജയിക്കണം. NMR ജയിക്കണം. LDF. 3 പേരും ജയിക്കത്തില്ല. അങ്ങനെ ഒരു നിയമമില്ല ഇവിടെ. ശോഭ ചേച്ചി ജയിക്കും. പിഷാരടിക്കും ശോഭയ്ക്കും ചാൻസ് ഉണ്ട്. CPM ശോഭ ചേച്ചി ജയിക്കാനാണ് സാധ്യത. പിഷാരടി വരും തോന്നുന്നില്ല. UDF വരും. പിഷാരടി. ചേട്ടാ, ഇവിടെ ആര് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ? അറിയില്ല. പിഷാരടി തന്നെ ജയിക്കും. NMR പിഷാരടി. NMR പിഷാരടി. രമേശ് പിഷാരടി. ശോഭാ സുരേന്ദ്രൻ. റസാക്കനം വരും. പിഷാരടി വരും. പിഷാരടി തന്നെ വരും. ശോഭ സുരേന്ദ്രൻ. റസാക്കനം വരും. NMR പിഷാരടി വരും. നോട്ടെ ഇവരാരെയും വേണ്ടേ? പിഷാരടി. പിഷാരടിക്കണ മുൻപ് പിഷാരടി തന്നെയാണ്. LDF അല്ലേ? അതന്നെയാണ്. ശോഭയായിരിക്കും. ശോഭ ചേച്ചി. NMR. ശോഭ ചേച്ചിനെ തോന്നുന്നത്. NMR നോക്കാം. പിന്നെ BJP. ശോഭാ സുരേന്ദ്രൻ. നമ്മൾ NMR ജയിക്കുള്ളൂ. NMR ആണ്. ആരാ ജയിക്കട്ടെ? ശോഭന ജയിച്ചോട്ടെ. കോൺഗ്രസിന് വരുള്ളൂ. ശോഭ സുരേന്ദ്രൻ. പിഷാരടി. നമ്മുടെ LDF സാരഥി NMR വരുമെന്നാണ് പറയുന്നത്. നമ്മൾ വരുത്തിക്കോ. BJP വരെ ചാൻസ്. ഓക്കെ, കണ്ടല്ലോ. അപ്പം എന്തായാലും രാഹുൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ നല്ല ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് രാഹുലിനെ തിരിച്ചെടുക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളേക്ക് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത്, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.